അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ സോളാർ പാനലിൻ്റെ അതേ വർക്ക് തന്നെയാണ്. കാരണം ഇന്ന് വന്നിട്ട് പാനൽ കയറ്റിലോ സ്ട്രക്ചർ അടിയോ കാര്യങ്ങളൊന്നും അല്ല, കോൺക്രീറ്റിൻ്റെ പണിയുണ്ട്. പിന്നെ പോസ്റ്റിൽ ഇതേപോലെ പെയിൻറ്റ് അടിച്ചിട്ട് സോളാർ കണക്ഷൻ എടുത്തതിൻ്റെ സിമ്പൽ എസ് എന്നുള്ളത് നമ്മൾ അടിച്ചു വെക്കണം. അതിനായിട്ട് നമ്മൾ 2 ഫൈബറിൻ്റെ പീസാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ സ്പ്രേ പെയിൻറ്റ് വന്നിട്ട് 2 ഒരു മഞ്ഞ ഒരു ചുവപ്പും. അതായത് ആദ്യം നമ്മൾ മഞ്ഞ അടിച്ച് ഒരു സ്ക്വയറിൽ അടിച്ച് സെറ്റാക്കിയിട്ട് അതിൻ്റെ മുകളിലാണ് എസ് മാർക്ക് കട്ട് ചെയ്ത് എടുത്തിട്ട് വന്ന ഫൈബർ പീസ് ഉണ്ട്, അത് വെച്ചിട്ട് ചോപ്പ് പെയിൻ്റ് അടിക്കുന്നത്. അതായത് എസ് നമുക്ക് അതിൽ അറിയണം, സോളാറിൻ്റെ സിമ്പലായിട്ട് എസ് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പോസ്റ്റിൻ്റെ അപ്പുറം ഇപ്പുറം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ എസ് അടിച്ച് അതിൽ ആക്കുക. ഇതാകുമ്പോൾ കുറച്ച് വൃത്തിയായിട്ട് കാണും, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ പണി കഴിഞ്ഞാൽ ഒരു 5 സൈറ്റിൽ ഇതേപോലെ ചെയ്യാനുണ്ട്. കോൺക്രീറ്റ് കാര്യങ്ങളൊക്കെ അതിലുള്ള മെറ്റൽ കാര്യങ്ങളൊക്കെ നമ്മൾ വണ്ടിയിൽ കയറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ചാക്കിലൊക്കെ ആക്കി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കേട്ടോ നമ്മൾ മെറ്റൽ കാര്യങ്ങളൊക്കെ ചാക്കിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്, പാറപ്പൊടി മെറ്റലൊക്കെ. അതേപോലെ നമ്മളെ സൈറ്റ് ഇതാണ് നമ്മുടെ സൈറ്റ്. ആദ്യമായിട്ട് നമ്മൾ കോൺക്രീറ്റ് ചെയ്യാൻ വരുന്നത്. ഇതേപോലെ 5 സൈറ്റ് ഉണ്ട് കേട്ടോ നമുക്ക് കോൺക്രീറ്റ് ചെയ്യാൻ. പാനൽ കാര്യങ്ങളൊക്കെ നമ്മൾ കയറ്റി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പാനൽ മുറുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ക്ലാമ്പ് അടിച്ച് അതിൽ ബോൾട്ട് സെറ്റ് ചെയ്യണം കേട്ടോ. ഇതെങ്ങോട്ടും പോകില്ല, അത് കറക്റ്റ് ഫിറ്റായിട്ട് അങ്ങോട്ട് നിൽക്കും. അതേപോലെ നമ്മൾ സെറ്റാക്കി എടുക്കുന്നതാണ് ഈ ക്ലാമ്പ് വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പണി ഏകദേശം ഫുള്ളായി കഴിഞ്ഞാണ്. ഇതിൽ കോൺക്രീറ്റ് മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. അപ്പോൾ കോൺക്രീറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ഇഞ്ചിൻ്റെ PVC പൈപ്പ് ഒരടി വെച്ച് കട്ട് ചെയ്തിട്ട് സെൻറ്റർ കീറിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് കയർ വെച്ച് കെട്ടിയിട്ടാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള കയറൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മഹേഷ്. അപ്പോൾ റംഷാദ് അപ്പുറത്ത് പോയിരിക്കുന്നുണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ കോൺക്രീറ്റൊക്കെ കലക്കിയിട്ട് എടുത്തിട്ട് വരും. പിന്നെ ഡെയിലി വീഡിയോ എടുക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ പാനൽ കാര്യങ്ങളൊക്കെ ഈ സൈറ്റിലെല്ലാം ഫുള്ള് ഫിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്താണ്. കൈയോടെ തന്നെ ഇവിടെ ഇലക്ട്രീഷ്യൻ്റെ പണി നടക്കുന്നുണ്ട്. ഇന്നിവിടെ ആലത്തൂരുള്ള മലയാണ് കേട്ടോ, ഉരുൾപൊട്ടിയിട്ട് മണ്ണൊക്കെ വലിച്ചു പോയതാണ്. പാലക്കാട് ആലത്തൂർ കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ സൈറ്റ് വരുന്നത്. അതിൻ്റെ കുറച്ച് ഇപ്പുറത്തുള്ള സൈറ്റാണ് കേട്ടോ 10 പാനലിൻ്റെ. അപ്പോൾ ഇവിടെയും കോൺക്രീറ്റിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ബക്കറ്റിലാക്കിയിട്ട് ചാക്കിലാക്കിയിട്ടൊക്കെ മുകളിൽ കയറ്റി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു 9 കാലം നമുക്ക് കോൺക്രീറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഫുള്ള് നമ്മൾ പാനൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് കാണിച്ചു തരിക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കേട്ടോ അതിൻ്റെ മുകൾ ഭാഗം ഉണ്ടാവുക. ഇവിടെ വാട്ടർ ടാങ്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ മുകളിൽ കയറിയിട്ടാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. മൊത്തം 10 പാനലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്, 5 എണ്ണമായി വെച്ചിട്ട്. അപ്പോൾ ഇത് വന്നിട്ട് നമ്മുടെ കഞ്ചിക്കോടുള്ള സൈറ്റാണ്, അവിടെയും കോൺക്രീറ്റ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ നമ്മൾ കയറ്റിയിട്ടിട്ട് PVC പൈപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. PVC പൈപ്പ് വെക്കുക എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ നമ്മുടെ ചാനൽ.